morning. Today's our topic is ataxia. Ataxia is a lack of muscle coordination which may affect speech, eye movements, the ability to swallow, walking, picking up objects, and other voluntary movements. A person with persistent ataxia may have damage in the part of brain that control muscle coordination, that is the cerebellum. Ataxia may have several causes, including multiple head injury, alcohol abuse, stroke, and cerebral palsy. മസിൽ കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ അറ്റാക്സിയ എന്ന് പറയുന്നത്. ഇതുമൂലം സംസാരം, അതുപോലെ തന്നെ കണ്ണിൻ്റെ ചലനം, ഭക്ഷണം വിഴുങ്ങാനുള്ള കഴിവ്, നടക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ എന്തെങ്കിലും വസ്തുക്കൾ എടുക്കാനുള്ള കഴിവ് മുതലായവ നഷ്ടപ്പെടുന്നു. അറ്റാക്സിയക്ക് പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് തലച്ചോറിന് സംഭവിക്കുന്ന പരിക്കുകൾ തന്നെയാണ്. ആൽക്കഹോൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറ്റാക്സിയ കാണാം. അതുപോലെ തന്നെ സ്ട്രോക്ക്, സെറിബ്രൽ പാൾസി മുതലായവയിലും അറ്റാക്സിയ കാണപ്പെടുന്നു. ടൈപ്സ് ഓഫ് അറ്റാക്സിയ. ദ ഫോളോയിങ് ആർ സം ഓഫ് ദ മോർ കോമൺ ടൈപ്സ് ഓഫ് അറ്റാക്സിയ. അതിലൊന്ന് സെറിബെല്ലാർ അറ്റാക്സിയ, 2 സെൻസറി അറ്റാക്സിയ, 3 വെസ്റ്റിബുലാർ അറ്റാക്സിയ. What is cerebellar ataxia? This is ataxia caused by a dysfunction of cerebellum. സെറിബെല്ലത്തിന് സംഭവിക്കുന്ന തകരാറ് കൊണ്ടുണ്ടാകുന്നതാണ് സെറിബെല്ലാർ അറ്റാക്സിയ. സെറിബെല്ലത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് എ റീജിയൻ ഇൻ ദ ബ്രെയിൻ വിച്ച് ഈസ് ഇൻവോൾവ്ഡ് ഇൻ ദ അസിമിലേഷൻ ഓഫ് സെൻസറി പെർസെപ്ഷൻ, കോർഡിനേഷൻ ആൻഡ് മോട്ടോർ കൺട്രോൾ. Cerebellar ataxia causes some basic neurological problems such as floppiness. Floppiness means hypotonia, lack of coordination between organs, muscles, limb or joints. അസൈനർജി എന്ന് പറയും. അതായത് അതിൻ്റെ കോർഡിനേഷനുകളൊക്കെ നഷ്ടപ്പെടും. ഓർഗൻസിൻ്റെയും മസിൽസിൻ്റെയും ലിംബ്സിൻ്റെയും ജോയിൻറ്റുകളുടെയൊക്കെ കോർഡിനേഷൻ നഷ്ടപ്പെടും. Impaired ability to control distance, power and speed of an arm, hand, leg or eye movement. ഐ മൂവ്മെൻറ്റ് നമ്മൾ ഡിസ്മെട്രിയ എന്നാണ് പറയുക. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും. കാരണം ഇതൊക്കെ മസിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുമ്പോഴാണ് കൃത്യമായിട്ട് നടക്കുന്നത്. നമ്മുടെ ബ്രെയിനിലെ സെറിബെല്ലം പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ഫങ്ഷനുകളെയൊക്കെയാണ്. ഡിഫിക്കൽട്ടി ഇൻ ആക്യുറേറ്റ്ലി എസ്റ്റിമേറ്റിംഗ് ഹൗ മച്ച് ടൈം ഹാസ് പാസ്ഡ്, ഡിസ്ക്രോണോമെട്രിയ. ആൻ ഇനബിലിറ്റി ടു പെർഫോം റാപ്പിഡ് ആൾട്ടർനേറ്റിംഗ് മൂവ്മെൻറ്റ്സ്. അതായത് കൈ പ്രൊണേഷൻ സുപ്പിനേഷനിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. അതിനെ പറയുന്നത് ഡിസ്ഡയഡോക്കോകൈനേഷ്യ എന്നാണ്. നെക്സ്റ്റ് ഈസ് സെൻസറി അറ്റാക്സിയ. ദിസ് ഈസ് അറ്റാക്സിയ ഡ്യൂ ടു ലോസ് ഓഫ് പ്രൊപ്രിയോസെപ്ഷൻ. പ്രൊപ്രിയോസെപ്ഷൻ ഈസ് ദ സെൻസ് ഓഫ് റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ നൈബറിംഗ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മുടെ ജോയിൻസിൽ നിന്നൊക്കെ വരുന്ന സെൻസേഷനുകളെയാണ് നമ്മൾ പ്രൊപ്രിയോ സെൻസേഷൻ എന്ന് പറയുന്നത്. ഈ പ്രൊപ്രിയോ സെൻസേഷനിലൂടെയാണ് നമ്മുടെ ബോഡിയുടെ പൊസിഷനെ, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ബോഡി പാർട്ടുകളെ സംബന്ധിച്ച് എത്രമാത്രം പൊസിഷൻ ചേഞ്ച് ഉണ്ട് എന്നുള്ളതൊക്കെ ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു സെൻസറി ഓർഗൻസിനെ യൂസ് ചെയ്തിട്ടാണ്. ഇറ്റ് ഈസ് എ സെൻസ് ദാറ്റ് ഇൻഡിക്കേറ്റ് വെദർ ദ ബോഡി ഈസ് മൂവിങ് വിത്ത് ദ റിക്വയർഡ് എഫേർട്ട് and also where the various part of the bodies are located in relation to each other. നമ്മുടെ ബോഡി നിൽക്കുകയാണോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ, അഡ്ജസൻറ്റ് സ്ട്രക്ചറുമായിട്ട് അല്ലെങ്കിൽ പാർട്ടുമായിട്ട് അത് എത്രമാത്രം വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഡയറക്ഷനിലും അതുപോലെ തന്നെ പ്രഷറിലും മൂവ്മെൻറ്റ്സിലൊക്കെ എന്താണ് അതിൻ്റെ വ്യത്യാസം എന്നുള്ളതൊക്കെ അറിയുന്നത് ഈ ഒരു സെൻസ് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു സെൻസ് നഷ്ടപ്പെടുമ്പോൾ സംഭവിക്കുന്നതാണ് സെൻസറി അറ്റാക്സിയ. നെക്സ്റ്റ് ഈസ് വെസ്റ്റിബുലാർ അറ്റാക്സിയ. ദ വെസ്റ്റിബുലാർ സിസ്റ്റം ഈസ് അഫക്റ്റഡ്. അതായത് നമ്മുടെ ഇന്നർ ഇയറിലുള്ള വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. ഇതാണ് നമ്മുടെ ബോഡിയുടെ ഒരു ഇക്വിലിബ്രിയം കൺട്രോൾ ചെയ്യുന്നത്. ഇതിന് എന്തെങ്കിലും ലീഷൻസ്, തകരാറുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നതാണ് വെസ്റ്റിബുലാർ അറ്റാക്സിയ. ഇൻ അക്യൂട്ട് ഓർ സഡൻ യൂണിലാറ്ററൽ കോസസ് ദ പേഷ്യൻ്റ് മേ എക്സ്പീരിയൻസ് വെർട്ടൈഗോ. വെർട്ടൈഗോ മീൻസ് തലകറക്കം, നോസിയ ആൻഡ് വോമിറ്റിംഗ്.
In slow onset chronic bilateral causes, the patient may only experience unsteadiness, giddiness. അതായത് അൺസ്റ്റഡിനെസ് മീൻസ് നിൽക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ഗിഡിനെസ് എന്ന് പറഞ്ഞാൽ ഒരു തലകറക്കം സംഭവിച്ച് വീഴുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത് രണ്ട് രൂപത്തിലുണ്ടാവാം. പെട്ടെന്നുള്ളതുണ്ടാവാം, അതല്ലെങ്കിൽ ഗ്രാജ്വലി സംഭവിക്കുന്നതും ഉണ്ടാവാം. അപ്പോൾ ഇതാണ് വെസ്റ്റിബുലാർ അറ്റാക്സിയ. ഇനി എന്തൊക്കെയാണ് അറ്റാക്സിയയുടെ കാരണങ്ങൾ, കോസസ് ഓഫ് അറ്റാക്സിയ? അതിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി, അതുപോലെ തന്നെ ഇൻഹെറിറ്റഡ് അറ്റാക്സിയ, പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത്. ദിസ് മീൻസ് ദ അറ്റാക്സിയ ഈസ് കോസ്ഡ് ബൈ ജനറ്റിക് ഫോൾട്ട്, ഇൻഹെറിറ്റഡ് ഐദർ ഫ്രം ദ മദർ ഓർ ഫാദർ ഓർ ബോത്ത്. നോൺ ഇൻഹെറിറ്റഡ് അറ്റാക്സിയ മീൻസ് പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്യുന്നതല്ല, പക്ഷേ അതിന് വേറെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും, ഇൻഡിവിജ്വൽ റീസൺസ് ഉണ്ടാകും. ഈവൻ വിത്തൗട്ട് എ ഫാമിലി ഹിസ്റ്ററി ഓഫ് അറ്റാക്സിയ സം പീപ്പിൾ മേ സ്റ്റിൽ ഡെവലപ്പ് ദ കണ്ടീഷൻ. അപ്പോൾ അതിനാണ് നമ്മൾ നോൺ ഇൻഹെറിറ്റഡ് അറ്റാക്സിയ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പെടുന്നതാണ് ബ്രെയിൻ സർജറി, ഹെഡ് ഇഞ്ചുറി, ആൽക്കഹോൾ അബ്യൂസ്, ഡ്രഗ് അബ്യൂസ്, ഇൻഫെക്ഷൻസ് സച്ച് ആസ് ചിക്കൻ പോക്സ്, എ ബ്രെയിൻ ട്യൂമർ, exposure to toxic chemicals, multiple sclerosis, cerebral palsy and some other neurological conditions. അതുപോലെ തന്നെ malformation of the cerebellum while the body is still in the womb. ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ, കുഞ്ഞ് ഗർഭാശയത്തിൽ വളരുമ്പോൾ തന്നെ നമ്മുടെ തലച്ചോറിലെ പ്രധാനമായിട്ടും സെറിബെല്ലത്തിൻ്റെ മാൽഫോർമേഷൻ അറ്റാക്സിയക്ക് കാരണമാവാറുണ്ട്. സിംറ്റംസ് ഓഫ് അറ്റാക്സിയ. Symptoms usually include poor limb coordination, അതായത് ലിംബിനെ നമുക്ക് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല നടക്കുന്ന സമയത്ത്. ഡിസാർത്രിയ, slurred and slow speech that is difficult to produce. നമുക്കറിയാം, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് മസിൽസിൻ്റെ കോർഡിനേഷൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് സൗണ്ട് പുറപ്പെടുവിക്കാനും അതുപോലെ തന്നെ കൃത്യമായിട്ട് ടോണൽ വേരിയേഷൻ വരുത്താനൊക്കെ പറ്റുന്നത്. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെടും. അതുപോലെ തന്നെ ദ പേഷ്യൻ്റ് മേ ആൾസോ ഹാവ് ഡിഫിക്കൽട്ടീസ് ഇൻ കൺട്രോളിങ് വോളിയം, റിതം ആൻഡ് പിച്ച്. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടും. അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് ഡിസാർത്രിയ. അതുപോലെ തന്നെ ഇഫ് ദ അറ്റാക്സിയ അഡ്വാൻസസ് അതർ സിംറ്റംസ് മേ ആൾസോ അപ്പിയർ. സ്വാലോയിങ് ഡിഫിക്കൽട്ടീസ്, ഭക്ഷണം കഴിക്കാനുള്ള പ്രയാസം, അതിന് നമ്മൾ ഡിസ്ഫാജിയ എന്ന് പറയും. അതുപോലെ തന്നെ വിച്ച് മേ സംടൈംസ് റിസൾട്ട് ഇൻ ചോക്കിംഗ് ഓർ കഫിങ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മളെ റെസ്പിറേറ്ററി ട്രാക്റ്റിലേക്ക് ഭക്ഷണം പോകാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അവരുടെ കോർഡിനേഷൻ നഷ്ടപ്പെട്ടതുകൊണ്ട് അപ്പോൾ ചോക്കിംഗ് സംഭവിക്കും. അതുപോലെ തന്നെ കഫിംഗ് ഒക്കെ ഉണ്ടാകും. ദെൻ ഫേഷ്യൽ എക്സ്പ്രഷൻ ബിക്കം ലെസ് അപ്പാരൻറ്റ്. ഫേഷ്യൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അതും മസിൽസിൻ്റെ ആക്ഷനാണ്. അപ്പോൾ നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷന് പലപ്പോഴും ഒരു ആക്യുറേറ്റ് ആയിരിക്കില്ല. ഓക്കെ, അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ട്രമേഴ്സ്, പാർട്സ് ഓഫ് ദ ബോഡി മേ ഷേക്ക് ഓർ ട്രംബിൾ അൺഇൻറ്റൻഷനലി. നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ നമ്മളെ ബോഡി പാർട്ടുകളൊക്കെ ചെറിയ ട്രമറൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ നിസ്റ്റാഗ്മസ്. നിസ്റ്റാഗ്മസ് മീൻസ് ഇൻവോളണ്ടറി റാപ്പിഡ് റിതമിക് റെപ്പറ്റീറ്റീവ്സ് ഐ മൂവ്മെൻറ്റ്. അതായത് കണ്ണിലേക്ക് ഇങ്ങനെ കൃത്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഐബോൾ ഇങ്ങനെ രണ്ട് സൈഡിലേക്കോ മുകളിലേക്കോ താഴേക്കൊക്കെ ആയിട്ട് അങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. റിതമിക് റാപ്പിഡ് മൂവ്മെൻറ്റ്സ്. ഓക്കെ, ദെൻ മൂവ്മെൻറ്റ്സ് മേ ബി വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ഓർ സർക്കുലാർ. ഏത് തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് സംഭവിക്കാം നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അതുപോലെ തന്നെ പെസ്കാവസ്. പെസ്കാവസ് മീൻസ് ഫൂട്ട് വിത്ത് ടു ഹൈ ആൻഡ് ആർച്ച്. ആർച്ച്, കാലിൽ നമ്മൾ ആർച്ച് ഉണ്ടല്ലോ, അപ്പോൾ ആർച്ച് ഇങ്ങനെ വല്ലാതെ കൂടിയിരിക്കുന്ന അവസ്ഥയാണ് നമ്മൾ പെസ്കാവസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോബ്ലം വിത്ത് ബാലൻസ്, വാക്കിംഗ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ തന്നെ വിഷ്വൽ പ്രോബ്ലം, ഹിയറിംഗ് പ്രോബ്ലം. ഇത്രയും സിംറ്റംസ് നമുക്ക് അറ്റാക്സിയയിൽ കാണാൻ സാധിക്കും. Although ataxia is not curable, a great deal can be to ease symptoms and improve the quality of life of the patient. അറ്റാക്സിയ ഒരു ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു അസുഖമല്ലെങ്കിലും സിംറ്റംസ് പരമാവധി കുറച്ചുകൊണ്ട് നമുക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ തിരിച്ചു പിടിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളൊക്കെ ഇന്ന് നിലവിലുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഫോർ കോർഡിനേഷൻ ആൻഡ് ബാലൻസ് പ്രോബ്ലംസ് യൂഷ്വലി ഇൻവോൾവ്സ്
ദ യൂസ് ഓഫ് അഡാപ്റ്റീവ് ഡിവൈസസ് എന്ന് പറയുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രച്ചസ്, കെയിന്, വാക്കർ, ഇതൊക്കെയാണ് അഡാപ്റ്റീവ് ഡിവൈസസ് വിച്ച് ഹെൽപ്പ് ദ പേഷ്യൻറ്റ് അറ്റൈൻ ആസ് മച്ച് ഇൻഡിപെൻഡൻസ് ആസ് പോസിബിൾ. അപ്പോൾ അവർക്ക് സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഈ അഡാപ്റ്റീവ് ഡിവൈസസ് ഉപയോഗിച്ച് തന്നെ സാധിക്കും. അപ്പോൾ ആ രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇവർക്ക് കൊടുക്കേണ്ടത്. ദീസ് മേ ഇൻക്ലൂഡ് ദ യൂസ് ഓഫ് എ കെയിൻ, crutches, walker and a wheelchair. Symptoms such as tremor, stiffness, spasticity, sleep disorders, muscle weakness, depression may be addressed with targeted physical therapy. അതായത് ഫിസിക്കൽ തെറാപ്പിയിലൂടെ നമുക്ക് ഈ പറയുന്ന പ്രോബ്ലംസിനെയൊക്കെ അതിലെ സിംറ്റംസിനെയൊക്കെ നമുക്ക് കുറക്കാൻ പറ്റും. The occupational therapist can help the patient manage better around the house and work. This may involve some home adaptations, wheelchair assessment and making the kitchen more practical for the patient. അവർ പിന്നെ പേഷ്യൻസ് ഇടപെടുന്ന സ്ഥലങ്ങളിലൊക്കെ അഡാപ്റ്റീവ് ഡിവൈസുകളും അതുപോലെ തന്നെ ഒരു അഡാപ്റ്റേഷൻ അവർക്ക് സ്യൂട്ടായിട്ടുള്ള രൂപത്തിൽ ഹാൻഡ് റെയിലുകൾ, അതുപോലെ തന്നെ ഹോൾഡിങ്സ്, ഇതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെയെങ്കിലേ അവർക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ. The speech therapist can help with swallowing, coughing, choking and speech problems. If speech become very difficult, the speech therapist can help the patient learn how to use speech aids. Then orthopedic care, this can help the patient with curvature of the spine. അപ്പോൾ ഇവർക്ക് ഈ ഇംബാലൻസ് ഉള്ളത് കൊണ്ട് തന്നെ അത് നമ്മുടെ പാരാവെർട്ടിബ്രൽ മസിൽസിൻ്റെ ഇൻകോർഡിനേഷൻ, സ്കോളിയോസിസ് ഉണ്ടാവും. സ്കോളിയോസിസ് മീൻസ് ലാറ്ററൽ കർവേച്ചർ ഓഫ് ദ സ്പൈൻ. നട്ടലിൽ ഒരു ഭാഗം, നമുക്ക് നട്ടലിൽ സാധാരണ മുന്നിലേക്കും പിന്നിലേക്കേ കർവേച്ചർ പാടുള്ളൂ, അഥവാ ആൻഡ്രോ പോസ്റ്റീരിയർ കർവേച്ചർ ഉള്ളൂ. ലാറ്ററൽ കർവേച്ചർ അബ്നോർമലാണ്. ഈ ലാറ്ററൽ കർവേച്ചറിനെയാണ് നമ്മൾ സ്കോളിയോസിസ് എന്ന് പറയുന്നത്. ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ക്യാൻ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ സ്ട്രെങ്ത് ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ദ മൊബിലിറ്റി. അതുപോലെ തന്നെ മസിൽസിൻ്റെ കോർഡിനേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിൽ പിന്നെ ആ കോർഡിനേഷൻ പരമാവധി തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ, ഇതൊക്കെയാണ് ഫിസിക്കൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത്. കൗൺസിലിംഗ്, ദ പേഷ്യൻറ്റ് വിത്ത് അറ്റാക്സിയ കോമൺലി ബിക്കം ഫ്രസ്ട്രേറ്റഡ് ആൻഡ് ഡിപ്രസ്ഡ്. This usually result from having to cope with some symptoms which affect physical mobility and coordination. Taking to a well-qualified counselor such as a psychotherapist that can help. മീൻസ് ഈ പേഷ്യൻസിൽ ഈ ഒരു മൂവ്മെൻറ്റ് ഡിസോർഡറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർ വളരെ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. ഇത് അവരുടെ ഫർദർ പ്രോഗ്രഷൻ, അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ പോലും അവർക്ക് വേണ്ടത്ര റിസൾട്ട് കിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ പേഷ്യൻറ്റിന് ഒരു സൈക്കോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വിധേയമാക്കി അവരുടെ പ്രോബ്ലത്തെ ഐഡൻറ്റിഫൈ ചെയ്ത് ഇങ്ങനെ ചെയ്തെങ്കിലേ അവർക്ക് പരിപൂർണമായിട്ട് റിസൾട്ട് കിട്ടുകയുള്ളൂ. Then some patient with ataxia have very low levels of vitamin E and required supplements or a special diet. ഒന്നുകിൽ സ്പെഷ്യൽ ഡയറ്റോ അല്ലെങ്കിൽ ഒരു സപ്ലിമെൻറ്റേഷൻസോ ചെയ്തുകൊണ്ട് പിന്നെ ഇവരുടെ ആ ഒരു ഡെഫിഷ്യൻസി നമ്മൾ കവർ ചെയ്യണം. ആസ് സെൻസിറ്റിവിറ്റി ടു ഗ്ലൂട്ടീൻ ഈസ് മോർ കോമൺ അമംഗ് അറ്റാക്സിക് പേഷ്യൻറ്റ്, എ ഗ്ലൂട്ടീൻ ഫ്രീ ഡയറ്റ് ആൾസോ ഹെൽപ്സ്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ്സ് സാധാരണഗതിയിൽ അവർക്ക് സജസ്റ്റ് ചെയ്യേണ്ടത് ഈ പിന്നെ ഗ്ലൂട്ടൻ ഉള്ള ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ സിംറ്റംസ് അഗ്രവേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ സപ്ലിമെൻറ്റേഷനും അതുപോലെ തന്നെ ഡയറ്റും ന്യൂട്രീഷൻ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇങ്ങനത്തെ കണ്ടീഷനിൽ. ഇത്രയുമാണ് അറ്റാക്സിയ എന്ന പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.